KMIC, 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 KMIC News, 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ഒരുക്കങ്ങൾ പൂർത്തിയായി SMA സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷ. നാളെ 31,000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. ഏപ്രിൽ 10 ഫലപ്രഖ്യാപനം. സമന്വയ വിദ്യാഭ്യാസം കാലഘട്ടത്തിന്റെ അനിവാര്യം. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ഒരേ ദിവസം ഒരേ പരിപാടി. മുജാഹിദി വിഭാഗത്തിനുള്ളിൽ പോരാട്ടം ശക്തമാകുന്നു. കൊണ്ടോട്ടി ബുഹാരി സിൽവർ ജൂബിലി നാളെ സമാപിക്കും. തത്സമയം KMICയിൽ. KMIC ഓൺലൈൻ മൊഹീദ്ദീൻമാല പാരായണ മത്സരം ഈ മാസം 25-ന്. രജിസ്ട്രേഷൻ ഇന്ന് പൂർത്തീകരിക്കും. മലയാളം ശ്രേഷ്ഠഭാഷാ പദവിയിലേക്ക്. മലയാളത്തിന് ശ്രേഷ്ഠഭാഷാ പദവി നൽകാൻ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം തീരുമാനിച്ചു. കൊച്ചി മെട്രോ റെയിൽ നിർമ്മാണം കരാറിന് അന്തിമ രൂപമായി. റെയിൽവേ ബജറ്റിൽ റെയിൽവേ സോൺ എന്ന ആവശ്യവുമായി കേരളം. 30,000-ഓളം പേർ 2 ദിവസം പോലീസ് വാഹനത്തിൽ കയറി. വാർത്തകൾ വിശദമായി. മലയാളം ശ്രേഷ്ഠഭാഷാ പദവിയിലേക്ക്. മലയാളത്തിന് ശ്രേഷ്ഠഭാഷാ പദവി നൽകാൻ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം തീരുമാനിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ശുപാർശ കേന്ദ്ര മന്ത്രിസഭയ്ക്ക് അയച്ചതായി കേന്ദ്ര സാംസ്കാരിക മന്ത്രി ചന്ദ്രേഷ് കുമാരി കട്ടോച്ച് പറഞ്ഞു. വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ശ്രേഷ്ഠഭാഷാ പദവി മലയാളത്തെ തേടിയെത്തുന്നത്. മലയാളത്തിന് ശ്രേഷ്ഠഭാഷാ പദവി നൽകണമെന്ന ശുപാർശ ഡിസംബർ 19-ന് കേന്ദ്ര സാഹിത്യ അക്കാദമി സാംസ്കാരിക മന്ത്രാലയത്തിന് സമർപ്പിച്ചിരുന്നു. ശുപാർശ അംഗീകരിച്ച സാംസ്കാരിക മന്ത്രാലയം അന്തിമ അനുമതിക്കായി കേന്ദ്ര മന്ത്രിസഭയ്ക്ക് അയച്ചു. മലയാളത്തിന് ശ്രേഷ്ഠഭാഷാ പദവി നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതായി കേന്ദ്ര സാംസ്കാരിക മന്ത്രി ചന്ദ്രേഷ് കുമാരി കട്ടോച്ച് പറഞ്ഞു. നേരത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ കീഴിലുള്ള വിദഗ്ധ സമിതി ശ്രേഷ്ഠഭാഷാ പദവി ലഭിക്കുന്നതിനുള്ള പാരമ്പര്യം മലയാളത്തിനില്ലെന്ന് ചൂണ്ടിക്കാട്ടി കേരളത്തിന്റെ ആവശ്യം നിരസിച്ചിരുന്നു. 2300 വർഷത്തെ പാരമ്പര്യം മലയാളത്തിനുണ്ടെന്ന കേരളത്തിന്റെ വാദം കേൾക്കാതെയാണ് വിദഗ്ധ സമിതി തീരുമാനമെടുത്തതെന്ന പരാതിയെ തുടർന്ന് സംസ്ഥാനത്തിന്റെ വാദങ്ങൾ അറിയിക്കാൻ മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ K. ജയകുമാറിന്റെ അധ്യക്ഷതയിൽ 3-അംഗ സമിതിയെ നിയോഗിച്ചു. തുടർന്നാണ് മലയാളത്തിന് ശ്രേഷ്ഠഭാഷാ പദവി നൽകാൻ സാഹിത്യ അക്കാദമി ശുപാർശ ചെയ്തത്. ശ്രേഷ്ഠഭാഷാ പദവി കൈവരിക്കുന്നതോടെ മലയാള ഭാഷയുടെ വളർച്ചയ്ക്കും വികാസത്തിനും കേന്ദ്ര സഹായം ലഭിക്കും. ദക്ഷിണേന്ത്യയിലെ മറ്റു ഭാഷകളായ തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയവയ്ക്കെല്ലാം നേരത്തെ തന്നെ ശ്രേഷ്ഠഭാഷാ പദവി ലഭിച്ചിരുന്നു. കൊച്ചി മെട്രോ റെയിൽ നിർമ്മാണം സംബന്ധിച്ച് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡും DMRCയും തമ്മിലുള്ള കരാറിന് കൊച്ചിയിൽ നടന്ന ഉപസമിതി യോഗത്തിൽ അന്തിമ രൂപമായി. മാർച്ച് പകുതിയോടെ കരാർ ഒപ്പുവെക്കാനാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. ഈ തീരുമാനങ്ങൾ മാർച്ച് 7-ന് ചേരുന്ന KMRL ഡയറക്ടർ ബോർഡ് യോഗത്തിൽ സാങ്കേതികമായി അംഗീകരിക്കും. ഇതിലുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര നഗരവികസന കാര്യ മന്ത്രാലയം, ഡൽഹി സർക്കാർ, കേരള സർക്കാർ എന്നിവർ ചേർന്നാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. KMRL MD ഏലിയസ് ജോർജ്, VP ജോയ്, TD ബഹൂജ എന്നിവർ ചേർന്ന സമിതിയാണ് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നത്. മാർച്ച് 7-ന് സാങ്കേതികമായി അംഗീകാരം നൽകിയാൽ ഒരാഴ്ചക്കുള്ളിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കും. സംസ്ഥാനത്തെ ആദ്യ ജില്ലയായി എറണാകുളം ജില്ലയെ പ്രഖ്യാപിച്ചു. എറണാകുളം ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് എറണാകുളത്തെ ജില്ലയായി പ്രഖ്യാപിച്ചത്. സർക്കാർ ഓഫീസുകളിൽ നിന്നുള്ള സേവനങ്ങളെല്ലാം ഓൺലൈനായി ലഭ്യമാകുന്നതാണ് പദ്ധതി. മാർച്ച് അവസാന വാരത്തോടെ സംസ്ഥാനത്തെ 14 ജില്ലകളെയും ജില്ലയായി പ്രഖ്യാപിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഹൈദരാബാദ് ഇരട്ട സ്ഫോടനത്തിന്റെ അന്വേഷണം NIA ഊർജിതമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് 6 പേരെ കസ്റ്റഡിയിലെടുത്തു. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സംഭവസ്ഥലത്തിന് സമീപമുള്ള CCTV ക്യാമറകളിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചു. ദൃശ്യങ്ങളിൽ സംശയകരമായി പതിഞ്ഞ 5 പേരെ തിരിച്ചറിയാൻ അന്വേഷണ സംഘം ശ്രമം ആരംഭിച്ചിട്ടുണ്ട്.
സ്ഫോടനമുണ്ടായ സ്ഥലത്ത് 30-നടുത്ത് പ്രായം വരുന്ന ഒരാൾ സൈക്കിളിൽ ഒരു ബാഗുമായി കടന്നുവരുന്ന ദൃശ്യമാണ് പ്രധാനമായും അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ബാഗ് സൈക്കിളിൽ കൊളുത്തിവെച്ച ശേഷം ഇയാൾ തിരികെ പോകുന്നതായും ദൃശ്യങ്ങളിൽ കാണുന്നു. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ സ്ഫോടക വസ്തുവാണോ എന്നാണ് സംശയം. സ്ഫോടനത്തിന് 10 മിനിറ്റോളം മുമ്പ് 6:38ഓടെയാണ് ഇയാൾ സ്ഥലത്തേക്ക് വരുന്നത്. റെയിൽവേ ബജറ്റിൽ കേരളത്തിന്റെ പ്രധാന പ്രതീക്ഷയാണ് സ്വന്തമായി റെയിൽവേ സോൺ. തിരുവനന്തപുരം, പാലക്കാട് ഡിവിഷനുകൾ വെട്ടിമുറിക്കാൻ തമിഴ്നാടും കർണാടകവും ശ്രമിക്കുന്നതിനിടെയാണ് റെയിൽവേ സോൺ എന്ന ആവശ്യം കേരളം ശക്തമായി ഉന്നയിക്കുന്നത്. തിരുവനന്തപുരം ആസ്ഥാനമായി റെയിൽവേ സോൺ ആവശ്യപ്പെടുന്നതിന് പിന്നിലെ അടിസ്ഥാന കാരണങ്ങൾ ഇവയാണ്. റെയിൽവേക്ക് ഏറ്റവും വരുമാനം ലഭിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. തിരുവനന്തപുരം, പാലക്കാട് ഡിവിഷനിൽ നിന്ന് വൻ വരുമാനമാണ് റെയിൽവേക്ക് ലഭിക്കുന്നത്. കേരളം ഉൾപ്പെടുന്ന സതേൺ സോണിൽ നിന്ന് ഏറ്റവും ലാഭമുണ്ടാക്കുന്ന റെയിൽവേ ടെർമിനൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനാണ്. മംഗലാപുരം, കൊച്ചി തുറമുഖം അടക്കമുള്ള സ്ഥലങ്ങളിലേക്കുള്ള ചരക്കു നീക്കത്തിലൂടെയും വൻ വരുമാനം കിട്ടുന്നു. സോൺ അനുവദിച്ചാൽ സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് റെയിൽവേ ബജറ്റ് തുകയും മറ്റു പദ്ധതികളും പുതിയ സർവീസുകളും നേരിട്ട് ലഭിക്കും. ഇപ്പോൾ ദൈനംദിന ചെലവുകൾക്ക് പോലും ചെന്നൈ സോണിൽ കയറിയിറങ്ങേണ്ട ഗതികേടിലാണ് സംസ്ഥാനം. ശരിക്ക് ആരെയും ആശ്രയിക്കാതെ ബഡ്ജറ്റ് വന്നാൽ നടക്കണമെങ്കിൽ കേരളം ആസ്ഥാനമായിട്ടൊരു സോൺ വേണം. കാരണം റെയിൽവേ ബഡ്ജറ്റ് സോൺ അടിസ്ഥാനത്തിലാണ്, ഡിവിഷനുകൾക്കില്ല. കേരള സോണിന് പ്രധാന തടസ്സവുമായി രംഗത്തുള്ളത് തമിഴ്നാട്, കർണാടക സർക്കാരുകളാണ്. എന്നാൽ ഈ നീക്കങ്ങൾ അനുവദിക്കില്ലെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. പുതിയ സെക്ഷൻ അല്ല ഡിവിഷൻ കേരളത്തിലെ പാലക്കാടും അതുപോലെ തിരുവനന്തപുരം വെട്ടിമുറിച്ച് ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് മംഗലാപുരം തമിഴ്നാട്ടിലും ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ വാർത്തയെ കേരളത്തിന് പ്രതികൂലമായിട്ട് ബാധിക്കും. അത് ഉണ്ടാവില്ല. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും എംപിമാരും ശ്രമിച്ചാൽ സോൺ യാഥാർത്ഥ്യമായി കിട്ടും. സംസ്ഥാനത്ത് മന്ദരോഗം പടരുന്നുവെന്ന് ആരോഗ്യവകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകൾ മന്ദബാധയുടെ പിടിയിലാണ്. മാർച്ച് 12 മുതൽ 2 ആഴ്ച നീളുന്ന ഊർജിത മന്ദരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കാണ് ആരോഗ്യവകുപ്പ് തുടക്കമിടുന്നത്. സംസ്ഥാനത്തെ 11 ജില്ലകളിലായിരുന്നു ഇത്രയും കാലം മന്ദരോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി. ഇടുക്കി, പത്തനംതിട്ട, വയനാട് ജില്ലകളും ഇപ്പോൾ രോഗത്തിന്റെ പിടിയിലാണ്. മന്ത് പടർത്തുന്ന ക്യൂലക്സ് കൊതുകുകളെയും വിരകളെയും മലയോര ജില്ലകളിൽ വ്യാപകമായി കണ്ടെത്തിയിട്ടുണ്ട്. 2 ആഴ്ചക്കാലം നീളുന്ന മന്ദരോഗ നിവാരണ സമൂഹ ചികിത്സാ പദ്ധതി വഴി രോഗപ്രതിരോധം ഊർജിതമാക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ ശ്രമം. ഫൈലേറിയ വിരകൾ ശരീരത്തിൽ പ്രവേശിച്ച് 5-10 വർഷം കഴിയുമ്പോഴായിരിക്കും രോഗം പ്രകടമാകുക. കാണുമ്പോഴേക്കും അവർക്ക് രോഗലക്ഷണമൊന്നും കാണണമെന്നില്ല. അതേസമയം അവരുടെ ശരീരത്തിനകത്ത് ഈ മന്ദുവിരകൾ, ചെറുതും വലുതുമായ മന്ദുവിരകൾ ധാരാളം കാണാം. അതിന്റെ കാരണം ഒരു മന്ദരോഗത്തിന്റെ ഒരു വിര ഒരാളുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 10-15 വർഷത്തോളം ഒരു രോഗലക്ഷണവും ഇല്ലാതിരിക്കും. മന്ദരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണവും ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നു. കാരണം മാലിന്യം കെട്ടിക്കിടക്കുന്ന റോഡുകളും കാനകളും വൃത്തിയാകാതെ പ്രതിരോധ ഗുളികകൾ കൊണ്ട് മാത്രം രോഗനിർമ്മാർജ്ജനം സാധ്യമല്ലെന്നാണ് അവരുടെ അഭിപ്രായം. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ ഹജ്ജിന് അപേക്ഷിക്കുന്ന 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള സഹായി വ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ചു. 70 വയസ്സ് കഴിഞ്ഞ അപേക്ഷകന് സഹായി നിർബന്ധമായിരിക്കണമെന്ന നിബന്ധനയാണ് നിലവിലുണ്ടായിരുന്നത്. ഈ നിബന്ധനയിലാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത്. ഇനി മുതൽ ഒന്നിലധികം അപേക്ഷകർക്ക് ഒരു സഹായി മതിയാകും. ഒരു കവറിലെ മൊത്തം അപേക്ഷകർക്കും ഒരു സഹായി മതി. എന്നാൽ സഹായി നിലവിലുള്ള പട്ടികയിൽപ്പെട്ട ആൾ തന്നെയായിരിക്കണം. ബാങ്ക് ചെക്ക് ലഭിക്കാത്ത അപേക്ഷകർക്ക് ബാങ്ക് മാനേജർ നൽകുന്ന സത്യപ്രസ്താവന അപേക്ഷയോടൊപ്പം നൽകിയാലും മതി. സംസ്ഥാനം ഗുരുതര വൈദ്യുതി പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ ഔദ്യോഗിക വസതിയായ മൻമോഹൻ ബംഗ്ലാവിൽ വൈദ്യുതി ഉപഭോഗം കൂടി. മന്ത്രിസഭയിൽ ഏറ്റവുമധികം വൈദ്യുതി ഉപയോഗിക്കുന്നത് മന്ത്രി KM മാണിയാണെന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖ വ്യക്തമാക്കുന്നു. വൈദ്യുതി ഉപഭോഗത്തിൽ മാതൃകയാകേണ്ടവരുടെ പെരുമാറ്റം ഒട്ടും മാതൃകാപരമല്ല. 3 പേരെ മാത്രം പരിശോധിക്കാം. താമസം തിരുവനന്തപുരത്ത് മൻമോഹൻ ബംഗ്ലാവിൽ. ജനുവരിയിലെ കണക്കനുസരിച്ച് വൈദ്യുതി ഉപഭോഗം 3309 യൂണിറ്റ്. നവംബറിലെ ബില്ലിൽ ഉപഭോഗം 3070 യൂണിറ്റ്. നിയന്ത്രണം പ്രഖ്യാപിച്ച ശേഷം ഉപഭോഗം 293 യൂണിറ്റ്.
2. മന്ത്രി കെ.എം. മാണി. താമസം തിരുവനന്തപുരത്ത് പ്രശാന്തിയിൽ. ജനുവരിയിൽ അവസാനിച്ച 2 മാസത്തെ ഉപഭോഗം 3071 യൂണിറ്റ്. നവംബറിലെ ബില്ലിൽ ഉപഭോഗം 2425 യൂണിറ്റ്. വർധന 646 യൂണിറ്റ്. 3. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. താമസം തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൌസിൽ. ജനുവരിയിലെ കണക്ക് പ്രകാരം ഉപഭോഗം 2969. നവംബറിൽ അവസാനിച്ച 2 മാസത്തെ ഉപഭോഗം 2670. വർധന 299 യൂണിറ്റ്. എന്നാണ് ഇവർ വൈദ്യുതി ഉപയോഗം കുറക്കണമെന്ന് പറഞ്ഞാൽ അതിനുശേഷം കൂടുകയാണ് ഭൂരിപക്ഷ മന്ത്രിമാരുടെ കാര്യത്തിലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് തെറ്റായ ഒരു നടപടിയാണ്. അപവാദങ്ങൾ ഇല്ലെന്നല്ല. പി.കെ. ജയലക്ഷ്മി, കെ.ബി. ഗണേഷ് കുമാർ, അബ്ദുറബ്ബ് എന്നിങ്ങനെ 3-4 പേരുണ്ട്. എന്തായാലും അന്യൻ വിയർക്കുന്ന കാശുകൊണ്ട് ബില്ല് കിട്ടുന്ന മന്ത്രിഭവനങ്ങൾക്ക് സർചാർജും അധിക ചാർജും കണ്ട് കണ്ണു തള്ളേണ്ടതില്ല എന്നതാണ് അനുഭവം. ഒരു കുറ്റവും ചെയ്യാത്ത 30,000-ഓളം പേർ കഴിഞ്ഞ 2 ദിവസം പോലീസ് വാഹനത്തിൽ കയറേണ്ടി വന്നു. 2 നാൾ നീണ്ട പൊതുപണിമുടക്കാണ് ഇതിന് വഴിയൊരുക്കിയത്. ആശുപത്രികളിലേക്ക് അടക്കം പുറപ്പെട്ട് വഴിയിൽ കുടുങ്ങിയവരെ പലയിടത്തും പോലീസാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചത്. പണിമുടക്ക് ദിനത്തിൽ തലസ്ഥാനത്തിറങ്ങുന്നവരെ ലക്ഷ്യത്തിലെത്തിക്കാൻ പോലീസ് മുമ്പും സ്വന്തം ബസ്സിറക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, RCC അടക്കം ആശുപത്രികളിൽ എത്തിപ്പെടാനുള്ളവർ പലവട്ടം ഈ ഔദാര്യത്തിന്റെ ആശ്വാസം അറിഞ്ഞിട്ടുണ്ട്. ആശുപത്രി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഒരു പോലീസുകാർ ബസ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇതേ മാതൃകയിലാണ് മറ്റ് ജില്ലകളിലും ഇത്തവണ സ്വന്തം വാഹനമിറക്കാൻ പോലീസ് ഉന്നതർ നിർദ്ദേശം വെച്ചത്. എല്ലാ ജില്ലകളിലും അടിയന്തര ആവശ്യക്കാർക്കായി ഏറ്റവും കുറഞ്ഞത് ഒരു ബസ്സെങ്കിലും വിട്ടു നൽകി. കൊച്ചി സിറ്റിയിൽ 8872 പേർ ഇങ്ങനെ പോലീസിനെ കൊണ്ട് അത്യാവശ്യങ്ങൾ നിറവേറ്റി. 4140 പേരെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഇറക്കിയപ്പോൾ വിമാനം പിടിക്കാനുള്ള 312 പേരെ നെടുമ്പാശ്ശേരി വരെ എത്തിച്ചു. തിരുവനന്തപുരത്ത് ആശുപത്രികളും വിമാനത്താവളവും ലക്ഷ്യം വെച്ച് ഇറങ്ങിയ 8430 പേരെ പോലീസാണ് ലക്ഷ്യത്തിലെത്തിച്ചത്. പ്രധാന നഗരങ്ങളിൽ മാത്രമല്ല, കാസർകോട്ട് വരെ 7500-ലേറെ പേർ ധൈര്യമായി പോലീസ് വാഹനത്തിൽ കയറി യാത്ര ചെയ്തു. അടിയന്തരമായി ആശുപത്രിയിൽ എത്തിപ്പെടാനുള്ളവരാണ് പോലീസിന്റെ സഹായം തേടിയവരിൽ ഭൂരിപക്ഷവും. ശേഖരിച്ച കണക്കുകൾ പരിഗണിച്ച് ഇനിയുള്ള പണിമുടക്കുകളിൽ ഇതിനായി മാത്രം എല്ലാ നഗരങ്ങളിലും പ്രത്യേക വാഹനം ഏർപ്പെടുത്താനും പോലീസ് ശ്രമിച്ചേക്കും. ഗൾഫ് വാർത്തകൾ. ദുബായിൽ നിയമം ലംഘിച്ച് സ്വകാര്യ വാഹനങ്ങളിൽ ടാക്സി സർവീസ് നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് RTA. ടാക്സികളേക്കാൾ കുറഞ്ഞ നിരക്കിൽ എമിറേറ്റിനകത്തും പുറത്തേക്കും സർവീസ് നടത്തുന്ന വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ്. അംഗീകാരമില്ലാത്ത ഡ്രൈവർമാരെ കണ്ടെത്തിയാൽ കനത്ത പിഴ ചുമത്തുകയും ആവർത്തിച്ചാൽ ഡ്രൈവറെ തടവിലാക്കുകയും ചെയ്യുമെന്ന് RTA ആക്ടിംഗ് CEO അഹമ്മദ് അൽ ഹമ്മാദി പറഞ്ഞു. യാത്രക്കാർക്കു ഇത്തരം വാഹനങ്ങൾ ഇടപാടാക്കി കൊടുക്കുന്ന ബ്രോക്കർമാർക്കെതിരെയും നടപടിയുണ്ടാകും. ദുബായിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടിവരുന്നത് നിയമലംഘകർക്ക് സൌകര്യമാകുന്നുണ്ട്. ഇതുവഴി വൻ തുകയാണിവർ നേടുന്നത്. പൊതുയാത്രാ സംവിധാനങ്ങളെ പ്രതികൂലമായി ബാധിക്കും വിധമാണ് ഇവരുടെ പ്രവർത്തനമെന്നും RTA വിലയിരുത്തുന്നു. നിയമലംഘകരുടെ എണ്ണം ഓരോ വർഷവും കൂടിവരുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. 2010-ൽ 2050 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ 2011 ആയപ്പോഴേക്കും 2447 കേസുകളായി. കഴിഞ്ഞ വർഷം 3479 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ സംയുക്ത നീക്കത്തിലൂടെയാണ് നിയമലംഘകരെ പിടികൂടുക. ദുബായ് പോലീസ്, ടൂറിസ്റ്റ് പോലീസ്, എമിഗ്രേഷൻ, പാസ്പോർട്ട് അധികൃതർ, ട്രാഫിക് വിഭാഗം എന്നിവ ഇതിനായി യോജിച്ച് പ്രവർത്തിക്കും. യാത്രക്കാരുടെ സുരക്ഷിതത്വം കൂടി കണക്കിലെടുത്താണ് ഈ നടപടികളെന്നും RTA വ്യക്തമാക്കുന്നു. ഉംറ സീസൺ തുടങ്ങിയതു മുതൽ മദീനയിലെത്തിയ ഉംറ തീർത്ഥാടകരുടെ എണ്ണത്തിൽ 25% വർധന. മദീന ഹജ്ജ് മന്ത്രാലയ ബ്രാഞ്ച് ഓഫീസ് മേധാവി മുഹമ്മദ് അൽ ബീജാവിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മദീനയിലെത്തിയ തീർത്ഥാടകരുടെ എണ്ണം മുൻവർഷം ഇതേ സമയത്ത് എത്തിയ തീർത്ഥാടകരെക്കാൾ 25% കൂടുതലാണ്. ഇതുവരെ നൽകിയ ഉംറ വിസകളുടെ എണ്ണം 15 ലക്ഷം കവിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തിയത് ഈജിപ്തിൽ നിന്നാണ്, 19.98%. തൊട്ടടുത്തായി തുർക്കി 14.27%, പാകിസ്ഥാൻ 12.6% എന്നീ രാജ്യങ്ങളിലാണ്. മുൻവർഷത്തേക്കാൾ മദീന അമീർ മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി എത്തിയ തീർത്ഥാടകരുടെ എണ്ണത്തിൽ 18.40%, തിരിച്ചുപോയവരുടെ എണ്ണത്തിൽ 37.96% വർധനവുണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തീർത്ഥാടകരെ താമസിപ്പിക്കുന്നതിന് നിശ്ചയിച്ച കെട്ടിട താമസ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്താൻ ഹോട്ടലുകളും അപ്പാർട്ട്മെന്റുകളിലും പരിശോധന നടത്തും. ഈ രംഗത്ത് ആൾമാറാട്ടം നടത്തുന്നവർക്കെതിരെ ശിക്ഷാ നടപടിയുണ്ടാകും. നിയമലംഘനം കണ്ടെത്തിയാൽ കരാർ തുകയുടെ 30% പിഴ നൽകേണ്ടി വരും.
ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. വാ താരങ്ങളിൽ നേരിന്റെ കൂടുകൂട്ടാൻ, സ്നേഹത്തിൻ ശീലുമീട്ടാൻ, ധർമ്മത്തിൻ ക്ഷീരമൂട്ടാൻ. വാ താരങ്ങളിൽ നേരിന്റെ കൂടുകൂട്ടാൻ, സ്നേഹത്തിൻ ശീലുമീട്ടാൻ, ധർമ്മത്തിൻ ക്ഷീരമൂട്ടാൻ. സ്നേഹസംഗം സിന്ദാബാദ്, സ്നേഹസംഗം സിന്ദാബാദ്. ഇസ്ലാമിക പ്രസാധന രംഗത്ത് മികച്ച കുതിപ്പുകൾ നടത്തുകയാണ് SSF പ്രസാധക വിഭാഗം IPB. അശ്ലീലത പുരണ്ട അക്ഷരങ്ങൾ തുന്നിക്കെട്ടി മാർക്കറ്റ് പിടിക്കുന്ന പുസ്തകാലയങ്ങൾക്ക് മധ്യേ നേരിന്റെ അധ്യായങ്ങൾ സമർപ്പിക്കുകയാണ് IPB. ചുരുങ്ങിയ കാലം കൊണ്ട് 100-ലേറെ പുസ്തകങ്ങൾ ഇതിനു കീഴിൽ പുറത്തിറങ്ങി. നന്മയെ സ്നേഹിക്കുന്ന ഒട്ടേറെ വായനക്കാർ ഇന്ന് IPBയെ പ്രതീക്ഷിക്കുന്നു. പോരുക താരതിൽ കണ്ണികളാകാൻ ചേരുക സോദരരെ, നേരിൻ പാതയിൽ ദൂരമതേറെ താണ്ടേണം പുലരേ. വാ താരങ്ങളിൽ നേരിന്റെ കൂടുകൂട്ടാൻ, സ്നേഹത്തിൻ ശീലുമീട്ടാൻ, ധർമ്മത്തിൻ ക്ഷീരമൂട്ടാൻ. വാ താരങ്ങളിൽ നേരിന്റെ കൂടു. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. വാഴക്കാട് ISP സെന്ററിന്റെ കീഴിൽ മർഹൂം കണ്ണിയത്തുസ്താദ് ആണ്ടുനേർച്ച സംഘടിപ്പിക്കുന്നു. ഈ മാസം 28-ന് വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് കണ്ണിയത്തുസ്താദിന്റെ മഖബറ സിയാറത്തോടെ പരിപാടികൾ ആരംഭിക്കും. കണ്ണിയത്തുസ്താദിന്റെ മകൻ കുഞ്ഞിമാൻ മുസ്ലിയാർ പതാക ഉയർത്തും. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി കാന്തപുരം, AP മുഹമ്മദ് മുസ്ലിയാർ, സയ്യിദ് സൈനുൽ ആബിദിൻ ബാഫഖി മലേഷ്യ, PKM സഖാഫി ഇരിങ്ങലൂർ തുടങ്ങി പ്രമുഖ സയ്യിദർ പണ്ഡിതർ സംബന്ധിക്കും. കഴിഞ്ഞ ദിവസം വാഴക്കാട് നടന്ന ആദർശ സമ്മേളനത്തിൽ കണ്ണിയത്തുസ്താദിന്റെ മകൻ കുഞ്ഞിമാൻ മുസ്ലിയാരാണ് ആണ്ടുനേർച്ച പ്രഖ്യാപനം നടത്തിയത്. പുത്തൻവാദികൾക്കെതിരെ പോരാടാൻ വേണ്ടിയാണ് സമസ്ത രൂപീകരിക്കപ്പെട്ടത്. സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് പ്രവർത്തിക്കുന്ന സമസ്ത അത് കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന സമസ്ത മാത്രമാണെന്നും ഇത് കാരണമാണ് താൻ കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിൽ അണിചേർന്നതെന്നും കണ്ണിയത്തുസ്താദിന്റെ മകൻ കുഞ്ഞിമാൻ മുസ്ലിയാർ വ്യക്തമാക്കി. വാഴക്കാട് നടന്ന ആദർശ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അബ്ദുൽ വഹാബ് സഖാഫി മമ്പാട് മുഖ്യ പ്രഭാഷണം നടത്തി. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. സംസ്ഥാനത്ത് 500 പരീക്ഷാ സെന്ററുകളിലായി 31,000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. നാളെ രാവിലെ 9 മണി മുതൽ 12 മണി വരെയാണ് പരീക്ഷ. സംസ്ഥാന പരീക്ഷാ ഡയറക്ടറേറ്റ് തയ്യാറാക്കിയ ചോദ്യപേപ്പറുകളും പരീക്ഷാ സാമഗ്രികളും ജില്ലാ സൂപ്രണ്ടുമാരിൽ നിന്ന് ഡിവിഷൻ സൂപ്രണ്ടുമാർ ഏറ്റുവാങ്ങി. ഇന്നു തന്നെ സെന്റർ സൂപ്പർവൈസർമാർക്ക് കൈമാറി. SMA ജില്ലാ കമ്മിറ്റി നിയമിച്ച നിരീക്ഷകർ സെന്ററുകൾ സന്ദർശിച്ച് സൗകര്യങ്ങൾ വിലയിരുത്തി. മദ്രസ വിദ്യാർത്ഥികളിലെ അധിക നൈപുണ്യം വളർത്തിയെടുക്കാനും കരിയർ പരീക്ഷകൾ പരിശീലിക്കാനുമായി സംവിധാനിച്ചിട്ടുള്ള പദ്ധതിയാണ് സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ. കുട്ടികളിലെ പഠന തൽപരത വളർത്തിയെടുത്ത് കാലത്തോടൊപ്പം നടത്താൻ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യം. സുന്നി വിദ്യാഭ്യാസ ബോർഡ് അംഗീകരിച്ച പ്രൈമറി, സെക്കൻഡറി, ഹയർ സെക്കൻഡറി മദ്രസകളിലെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് അടിസ്ഥാനത്തിലാണ് പരീക്ഷ. ഔദ്യോഗിക മത്സര പരീക്ഷകളോട് കിടപിടിക്കുന്ന സംവിധാനങ്ങളും ക്രമീകരണങ്ങളുമാണ് സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷനു വേണ്ടി നടപ്പാക്കിയിരിക്കുന്നത്. സംസ്ഥാന പരീക്ഷാ ഡയറക്ടറേറ്റ് പുറത്തിറക്കിയ പരീക്ഷാ സഹായി അടിസ്ഥാനമാക്കി അതാത് മദ്രസകളിൽ നടന്ന യോഗ്യതാ പരീക്ഷയിൽ മികവ് തെളിയിച്ചവരാണ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുന്നത്. മദ്രസ പാഠഭാഗങ്ങൾക്ക് പുറമെ പൊതുവിജ്ഞാനം, ബൗദ്ധിക വികസനം, മറ്റു കഴിവുകൾ തുടങ്ങിയവ കൂടി പരീക്ഷാ ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏപ്രിൽ 10-ന് ഫലപ്രഖ്യാപനം നടത്തും. ഓരോ ക്ലാസ്സിലെ A ഗ്രേഡ്, A+ നേടിയ ആദ്യത്തെ 3 റാങ്കുകാർക്ക് സ്വർണം, വെള്ളി, വെങ്കലം മെഡലുകളും 2001, 1501, 1001 എന്നീ ക്രമത്തിൽ ക്യാഷ് അവാർഡും 4ഉം 5ഉം റാങ്കുകാർക്ക് സ്പെഷ്യൽ മെഡലുകളും 80% മാർക്ക് നേടുന്നവർക്ക് സ്കോളർഷിപ്പോടെ മെറിറ്റ് സർട്ടിഫിക്കറ്റും പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും നൽകും. പരീക്ഷാ സെന്ററുകളായി പ്രഖ്യാപിക്കപ്പെട്ട മദ്രസകൾക്ക് സുന്നി വിദ്യാഭ്യാസ ബോർഡ് നിയന്ത്രിത അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജീർണിച്ച സാമൂഹിക അന്തരീക്ഷത്തിൽ ധാർമ്മിക ബോധമുള്ള സമൂഹത്തിന് മതബോധിക സമന്വയ വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അഭിപ്രായപ്പെട്ടു. ബുഖാരി സിൽവർ ജൂബിലി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
പഴയകാല പള്ളി ദർസുകളുടെ പ്രതാപം ആധുനിക കാലത്ത് ദവാ കോളേജുകളിലൂടെ സാധ്യമാകും. തരുവറ അഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. ഇ സുലൈമാൻ മുസ്ലിയാർ, തുറാബത്തങ്ങൾ, മൻസൂർ ഹാജി ചെന്നൈ, CP സേദലവ്യ മാസ്റ്റർ തുടങ്ങിയ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു. നഗരിയിൽ ഇന്ന് 9 മണിക്ക് ലെറ്റർ ഫീറ്റും അലുമിനി മീറ്റും നടന്നു. 3 മണിക്ക് നടന്ന വിദ്യാഭ്യാസ സമ്മേളനം മന്ത്രി ആര്യാടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. 7 മണിക്ക് ഫാറൂഖ് നഈമി അൽ ബുഖാരിയുടെ മതപ്രഭാഷണം KMIC തത്സമയം സംപ്രേഷണം ചെയ്യും. വഹാബിസം കൈവെടിഞ്ഞ് സുന്നത്ത് ജമാഅത്തിലേക്ക് കടന്നുവന്ന നിയാബ് വാഹിദിനെതിരായ വഹാബി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് സിറ്റിയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പ്രകടനം മർക്കസ് കോംപ്ലക്സ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് കിഡ്സൺ കോർണറിൽ സമാപിച്ചു. റാലിയിൽ കോഴിക്കോട് സിറ്റിയിലെ സുന്നി പ്രവർത്തകരും SYS കോഴിക്കോട് സിറ്റി നേതാക്കളും സംബന്ധിച്ചു. സമരമാണ് ജീവിതം പ്രമേയത്തിൽ SSF സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഐ-ടീം സമ്മേളനം ഇന്ന് ഫാറൂഖ് ചുങ്കത്ത് സമാപിക്കും. സമ്മേളന പ്രവർത്തനങ്ങൾക്കായി രൂപവൽക്കരിച്ച സന്നദ്ധ സംഘമായ ഐ-ടീമിന്റെ ജില്ലാ സെക്ടർ ഗ്രീൻ കേഡറ്റ് അംഗങ്ങളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. കാലത്ത് 9:30 സ്വാഗത സംഘം ചെയർമാൻ പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് നഗരിയിൽ പതാക ഉയർത്തി. SMA സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. SSF കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അലവി സഖാഫി കായലം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് V അബ്ദുൽ ജലീൽ സഖാഫി സന്ദേശ പ്രഭാഷണം നിർവഹിച്ചു. VM കോയ മാസ്റ്റർ, അബ്ദുൾ റഷീദ് സഖാഫി കുറ്റ്യാടി, സയ്യിദ് KV തങ്ങൾ, അബ്ദുൽ ലത്തീഫ് സഖാഫി പെരുമുഖം തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് വിവിധ സെഷനുകളിലായി സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫി, PA മുഹമ്മദ് ഫാറൂഖ് നഈമി, ദേവർശോല അബ്ദുസ്സലാം മുസ്ലിയാർ, K അബ്ദുൽ കലാം തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. വൈകിട്ട് 4 മണിക്ക് നടന്ന ഐ-ടീം റാലിക്ക് അബ്ദുൽ കരീം നിസാമി, മുഹമ്മദ് അലി കിനാലൂർ, CP ഷഫീഖ് ബുഖാരി, CP ഉബൈദുള്ള സഖാഫി, സമദ് സഖാഫി മായനാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. 3000-ഓളം ഗ്രീൻ, വൈറ്റ്, ബ്ലൂ ഐ-ടീം കേഡറ്റുകൾ യൂണിഫോം അണിഞ്ഞ് ത്രിവർണ്ണ പതാകയേന്തി റാലിയിൽ അണിനിരന്നു. CK റാഷിദ് ബുഖാരി, PV അഹമ്മദ് കബീർ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ത്രൈമാസ ദിക്ർ ഹൽക്കയും ജീലാനി അനുസ്മരണവും നാളെ വൈകിട്ട് 7 മണിക്ക് നരിക്കുനി ബൈത്തുൽ ഇസ്സയിൽ നടക്കും. സയ്യിദ് അബ്ദുസബൂർ ഹസൻ അവേലം നേതൃത്വം നൽകും. ഇസ്മായിൽ മിസ്ബാഹി ചെറുമോത്ത് മുഖ്യ പ്രഭാഷണം നടത്തും. വാരാമ്പറ്റ മൊഹീദ്ദീൻ മുസ്ലിയാർ, KPS എളേറ്റിൽ, TA മുഹമ്മദ് ഹസനി തുടങ്ങിയവർ സംബന്ധിക്കും. മുക്കത്ത് പ്രവർത്തിച്ചു വരുന്ന മലയോരം ഗേറ്റ്വേയിൽ ബാർ അനുവദിക്കുന്നതിനാവശ്യമായ NOC മുക്കം ഗ്രാമപഞ്ചായത്ത് അനുവദിക്കരുതെന്ന് SSF കുന്നമംഗലം ഡിവിഷൻ കമ്മിറ്റി മുക്കത്ത് സംഘടിപ്പിച്ച സമരജ്വാല ആവശ്യപ്പെട്ടു. ജനങ്ങളെ കുടിപ്പിച്ചു കൊല്ലാൻ അനുവദിക്കില്ല എന്ന ശീർഷകത്തിൽ നടന്ന സമരജ്വാലയുടെ ഭാഗമായി നടന്ന പ്രതിഷേധ മാർച്ച് നോർത്ത് കാരശ്ശേരി സുന്നി മസ്ജിദ് പരിസരത്തു നിന്നാരംഭിച്ച് മുക്കം ടൗൺ ചുറ്റി PC ജംഗ്ഷനിൽ സമാപിച്ചു. മാർച്ചിന് SSF ഡിവിഷൻ നേതാക്കൾ നേതൃത്വം നൽകി. ഈർപ്പാണ യൂണിറ്റ് SSF SYS സംയുക്തമായി സംഘടിപ്പിക്കുന്ന മതപ്രഭാഷണവും ആദർശ സമ്മേളനവും ഇന്ന് ആരംഭിക്കും. 6 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ അലവി സഖാഫി കായലം, നൌഫൽ സഖാഫി വെണ്ണിയോട്, അബ്ദുസ്സലാം മുസ്ലിയാർ, ദേവർശോല തുടങ്ങിയവർ സംസാരിക്കും. 25-ന് തിങ്കളാഴ്ച വൈകിട്ട് 7:30 നടക്കുന്ന ആദർശ സമ്മേളനത്തിൽ നൌഷാദ് ഹസനി ഒതുക്കുങ്ങൽ വിഷയാവതരണം നടത്തും. 27-ന് നടക്കുന്ന ദിക്റുദുആ സമ്മേളനത്തിന് UK അബ്ദുൽ മജീദ് മുസ്ലിയാർ നേതൃത്വം നൽകും. 28-ന് വിവിധ കലാസാഹിത്യ പരിപാടികൾ നടക്കും. എളേറ്റിൽ വട്ടോൾ യൂണിറ്റ് SYS സംഘടിപ്പിക്കുന്ന ഖുർആൻ പഠനം നാളെ രാവിലെ 6:30 മുതൽ 8 വരെ മർക്കസ് വാലിയിൽ നടക്കും. മുഹമ്മദ് ഫാറൂഖ് നഈമി അൽ ബുഖാരി ക്ലാസിന് നേതൃത്വം നൽകും. വിവിധ സുന്നി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രവാചക പ്രകീർത്തന സദസ്സ് 2 ദിവസങ്ങളിലായി കോഴിക്കോട് മുഹദാറിൽ നടക്കും. സ്നേഹപ്രവാചകർ എന്ന പ്രഭാഷണം ഇന്ന് വൈകിട്ട് 7 മണിക്ക് കോഴിക്കോട് മുഹദാർ കടപ്പുറത്ത് നടക്കും. MP സക്കീർ ഹുസൈന്റെ അധ്യക്ഷതയിൽ സയ്യിദ് സ്വാലിഹ് ശിഹാബ് അൽ ജിഫരി ഉദ്ഘാടനം ചെയ്യും. താഹിർ സഖാഫി മഞ്ചേരി മുഖ്യ പ്രഭാഷണം നടത്തും. നാളെ 4 മണി മുതൽ SBS വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ മത്സരങ്ങൾ ആരംഭിക്കും. വൈകിട്ട് 7-ന് സംസ്ഥാന സാഹിത്യോത്സവ ജേതാക്കളായ ലൈറ്റ് ഓഫ് മദീന ഇശൽ വിരുന്നും 8-ന് അബ്ദുള്ള സഖാഫി മലയമ്മ തിരുനബി സ്നേഹ പരിസരം എന്ന പ്രഭാഷണവും നടത്തും. തുടർന്ന് 9 മണിക്ക് നടക്കുന്ന ഇഷ്കെ റസൂൽ ബുർദ ആസ്വാദന മജ്ലിസിന് അഷ്റഫ് പെരുമുഖം, ഹാഫിൽ ഗാലിബ് സഖാഫി, കാസിം സഖാഫി കണ്ണംപറമ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകും. ജിന്ന് വിവാദത്തെ തുടർന്ന് മൗലവി വിഭാഗം മുജാഹിദിൽ നിന്ന് പുറത്തായ സക്കരിയ സുലാഹിയുടെ നേതൃത്വത്തിലുള്ള സംഘം മൗലവി വിഭാഗത്തിനെതിരെ പോരാട്ടം ശക്തമാക്കുന്നു. സക്കരിയ സുലാഹി, മുജാഹിദ് ബാലുശ്ശേരി, ഫൈസൽ മൗലവി എന്നിവർക്ക് പുറമെ മതപ്രഭാഷകനായ ഹുസൈൻ സലഫി കൂടി ഈ പക്ഷത്തേക്ക് വന്നിരിക്കുകയാണിപ്പോൾ.
മൗലവി പക്ഷത്തോടൊപ്പമുള്ള ഉന്നതരായ പല നേതാക്കളും ജിന്ന വിഷയത്തിൽ നിലപാട് തുറന്നു പറയാത്തത് മൗലവി വിഭാഗത്തിന് കടുത്ത പ്രതിസന്ധിയും അണികളിൽ ആശയക്കുഴപ്പവും സൃഷ്ടിക്കുന്നുണ്ട്. മൗലവി വിഭാഗത്തിനെതിരെ സംസ്ഥാനത്തിലുടനീളം ഗൾഫിലും പോരാട്ടം നടത്താനൊരുങ്ങിയിരിക്കുകയാണ് സക്കരിയ ഗ്രൂപ്പ്. 8ാം സംസ്ഥാന സമ്മേളനം കഴിയുമ്പോഴേക്ക് ജിന്ന വിവാദം കെട്ടടങ്ങുമെന്ന് അണികൾക്കിടയിൽ നേതൃത്വം പറഞ്ഞിരുന്നുവെങ്കിലും മറിച്ചാണ് നടന്നത്. ഇതും സക്കരിയ വിഭാഗത്തിന് ആശ്വാസമായിട്ടുണ്ട്. ഏകീകൃത രൂപത്തിൽ സംഘടന രൂപവൽക്കരിച്ചിട്ടില്ലെങ്കിലും മിക്ക സ്ഥലങ്ങളിലും ഇവർ കമ്മിറ്റി രൂപവൽക്കരിച്ചിട്ടുണ്ട്. സലഫി മൂവ്മെന്റ് എന്ന പേരിലാണ് പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നത്. സലഫി ആദർശ സംരക്ഷണ വേദി, മുജാഹിദ് ആക്ഷൻ കമ്മിറ്റി തുടങ്ങിയ പേരുകളിലും പ്രവർത്തനം നടക്കുന്നുണ്ട്. സക്കരിയ വിഭാഗം കഴിഞ്ഞ ദിവസം തിരൂരിൽ സംഘടിപ്പിച്ച ഹുസൈൻ സലഫിയുടെ നേതൃത്വത്തിലുള്ള സമ്മേളനത്തിൽ അണികൾ കൂട്ടത്തോടെ പങ്കെടുത്തതും മൗലവി വിഭാഗം നേതൃത്വത്തെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. അതിനിടെ അടുത്ത മാസം 8, 9, 10 തീയതികളിൽ ഔദ്യോഗിക വിഭാഗം, വിദ്യാർത്ഥി സംഘടന കോഴിക്കോട് നടത്തുന്ന പ്രൊഫഷണൽ കോൺഫറൻസിന്റെ അതേ തീയതികളിൽ സക്കരിയ വിഭാഗം മലപ്പുറത്ത് ഇതേ പേരിൽ പരിപാടി നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുജാഹിദ് പള്ളികൾക്ക് മുമ്പിലും മറ്റും 2 പരിപാടികളുടെയും പോസ്റ്ററുകളും ഫ്ലക്സുകളും പ്രത്യക്ഷപ്പെടുകയും ഇതിന്റെ പേരിൽ സംഘടനകളും അരങ്ങേറുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഔദ്യോഗിക വിഭാഗത്തിന്റെ ഉന്നതരായ പല നേതാക്കളും തങ്ങളുടെ ചേരിയിലേക്ക് വരാനിരിക്കുകയാണെന്ന് സക്കരിയ ഗ്രൂപ്പ് അവകാശപ്പെടുന്നു. അബ്ദുറഹ്മാൻ സൽഫി, ഹനീഫ കായക്കൊടി, അനസ് മൗലവി എന്നിവരാണ് ഇപ്പോൾ സംഘടനയെ തെറ്റായ ദിശയിലൂടെ കൊണ്ടുപോകുന്നതെന്നും ഇവർ ആരോപിക്കുന്നു. സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ ലക്ഷദ്വീപ് ജില്ലാ വാർഷിക കൌൺസിലിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ദ്വിദിന മുഅല്ലിം മാനേജ്മെന്റ് സംഗമം സമാപിച്ചു. SJM ട്രഷറർ VPM ഫൈസി വില്യാപ്പള്ളി സംഗമം ഉദ്ഘാടനം ചെയ്തു. ഖാദി P ചെറിയകോയ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ ലത്തീഫ് സാദി പഴശ്ശി മുഖ്യ പ്രഭാഷണം നടത്തി. 2ാം ദിവസം നടന്ന പഠന ക്യാമ്പിൽ വിവിധ വിഷയങ്ങളിൽ കുഞ്ഞുകുളം സുലൈമാൻ സഖാഫിയും ചെറുപ്പ ബഷീർ മുസ്ലിയാരും ക്ലാസ് എടുത്തു. 3ാം ദിവസം നടന്ന മാനേജ്മെന്റ് കൺവെൻഷനിലും വാർഷിക കൌൺസിലിലും VPM ഫൈസി അധ്യക്ഷത വഹിച്ചു. ഏരിയ വനിതാ ക്ലാസുകൾക്ക് ലത്തീഫ് സാദി നേതൃത്വം നൽകി. ദിക്ർ ദുആ സമ്മേളനത്തോടെ സംഗമം സമാപിച്ചു. ഖാദി ചെറിയകോയ അധ്യക്ഷത വഹിച്ചു. ലത്തീഫ് സാദി ഉദ്ബോധന പ്രഭാഷണം നടത്തി. ജഫർ അഹ്സനി സ്വാഗതവും കോയ ഹാജി നന്ദിയും പറഞ്ഞു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജില്ലാ പണ്ഡിത മുബാഹസ ഇന്ന് രാവിലെ 9-ന് മഞ്ചേരി ജാമിയ ഹിക്കമിയിൽ നടന്നു. മൗലിദുകൾ സ്നേഹത്തിന്റെ പരിപ്രേക്ഷ്യം എന്ന വിഷയം ചർച്ച ചെയ്ത പരിപാടിയിൽ ജില്ലാ മുശാവറ അംഗങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ട പണ്ഡിതരുമാണ് സംബന്ധിച്ചത്. സയ്യിദ് ഹുസൈൻ അഹമ്മദ് ശിഹാബ് തങ്ങളുടെ പ്രാർത്ഥനയോടെ തുടങ്ങിയ മുബാഹസ തനാളൂർ അബ്ദുള്ള മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. സമസ്ത കേന്ദ്ര സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ വിഷയം അവതരിപ്പിച്ചു. സമരമാണ് ജീവിതം എന്ന ശീർഷകത്തിൽ SSF 40ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി സെക്ടർ തലങ്ങളിൽ പ്രഖ്യാപിച്ച പടയൊരുക്കം I-ടീം ക്യാമ്പിന് തുടക്കമായി. സമ്മേളനത്തിന്റെ സന്നദ്ധ സേനയായ I-ടീം ശാക്തീകരണം ലക്ഷ്യം വെച്ചാണ് ക്യാമ്പ് സംവിധാനിച്ചിട്ടുള്ളത്. 3 സെഷനുകളിലായി നടക്കുന്ന ക്യാമ്പിന് സെക്ടർ കോർഡിനേറ്റർമാരായ ജില്ലാ I-ടീം അംഗങ്ങളും ജില്ലാ പ്രവർത്തക സമിതിയുമാണ് നേതൃത്വം നൽകുക. ഈ മാസം 28-നകം മലപ്പുറം ജില്ലയിലെ 134 സെക്ടറുകളിലും ക്യാമ്പ് പൂർത്തീകരിക്കും. പടയൊരുക്കം ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന സമരവീര്യം വിളംബരം ചെയ്ത് ജില്ലയിലെ ഗ്രീൻ, വൈറ്റ്, ബ്ലൂ കേഡറ്റ് I-ടീം അംഗങ്ങൾ അണിനിരക്കുന്ന ജില്ലാ I-ടീം റാലി മാർച്ച് 2-ന് പെരിന്തൽമണ്ണയിൽ നടക്കും. ഇതു സംബന്ധമായി സ്റ്റുഡന്റ് സെന്ററിൽ ചേർന്ന യോഗം ജില്ലാ പ്രസിഡന്റ് A ശിഹാബുദ്ദീൻ സഖാഫിയുടെ അധ്യക്ഷതയിൽ K സീനുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. KMIC വാർത്തകൾ. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം സംഘടിപ്പിക്കുന്ന ജീലാനി അനുസ്മരണ സമ്മേളനവും മാലപാരായണ മത്സരവും ഈ മാസം 25-ന് തിങ്കളാഴ്ച നടക്കും. ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്ക് ആരംഭിക്കുന്ന മുഹീദ്ദീൻ മാല പാരായണ മത്സരത്തിൽ പ്രായവ്യത്യാസമില്ലാതെ ആർക്കും പങ്കെടുക്കാം. പങ്കെടുക്കുന്നവർ 23-ന് ശനിയാഴ്ച 10 മണിക്ക് മുമ്പായി അഡ്മിൻ അബു ഫാരിസ് എന്ന ഐഡിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് ചെസ് നമ്പറുകൾ കരസ്ഥമാക്കിയിരിക്കണം. മത്സരശേഷം നടക്കുന്ന ജീലാനി അനുസ്മരണ സമ്മേളനത്തിൽ പ്രമുഖ പണ്ഡിതർ പങ്കെടുക്കും. മുഹീദ്ദീൻ മാല പാരായണ മത്സരത്തിനുള്ള രജിസ്ട്രേഷൻ ഇന്ന് രാത്രി സൗദി സമയം 10 മണിയോടെ സമാപിക്കും. KMICയിൽ ഇനി കൊണ്ടോട്ടി ബുഖാരി സിൽവർ ജൂബിലി സമ്മേളനത്തിന്റെ 2ാം ദിവസമായ ഇന്ന് മുഹമ്മദ് ഫാറൂഖ് നൈമി അൽ ബുഖാരിയുടെ പ്രഭാഷണം തത്സമയം ശ്രവിക്കാം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരുക്കങ്ങൾ പൂർത്തിയായി. SMA സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷ നാളെ 31,000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. ഏപ്രിൽ 10-ന് ഫലപ്രഖ്യാപനം. സമന്വയ വിദ്യാഭ്യാസം കാലഘട്ടത്തിന്റെ അനിവാര്യം. പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ. ഒരേ ദിവസം ഒരേ പരിപാടി. മുജാഹിദ് വിഭാഗത്തിനുള്ളിൽ പോരാട്ടം ശക്തമാകുന്നു. KMIC ഓൺലൈൻ മുഹീദ്ദീൻ മാല പാരായണ മത്സരം ഈ മാസം 25-ന് രജിസ്ട്രേഷൻ ഇന്ന് പൂർത്തീകരിക്കും.
കൊണ്ടോട്ടി ബുഹാരി സിൽവർ ജൂബിലി നാളെ സമാപിക്കും. തത്സമയം KMIC-യിൽ റെയിൽവേ ബജറ്റിൽ റെയിൽവേ സോൺ എന്ന ആവശ്യവുമായി കേരളം. മലയാളം ശ്രേഷ്ഠഭാഷാ പദവിയിലേക്ക് മലയാളത്തിന് ശ്രേഷ്ഠഭാഷാ പദവി നൽകാൻ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം തീരുമാനിച്ചു. കൊച്ചി മെട്രോ റെയിൽ നിർമ്മാണം കരാറിന് അന്തിമരൂപമായി. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC-newstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlineclass.com, www.sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.